വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറ ഇത്തവണയും തയ്യാറാക്കിയത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ അനന്തരാവകാശികളായ തളിക്കുളങ്ങര മാധവന്റെ മക്കളും സുന്ദരേശനും സേതുമാധവനുമാണ്. പൂരത്തിന്റെ കാഹളമുയർത്തി പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊടികൾ ഉയരുമ്പോൾ പരേതനായ മാധവന്റെ മക്കളുടെയും സുന്ദരേശന്റെയും സേതുമാധവന്റെയും അഭിമാനവും സന്തോഷവും വാനോളം ഉയരുകയാണ്. കാരണം ഭക്തിയും പാരമ്പര്യവും ഇടപിരിച്ച് ഇവർ നെയ്തെടുക്കുന്ന കൊടിക്കൂറകളാണ് തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റത്തിന് ഉപയോഗിക്കുന്നത്. തളിക്കുളം സ്വദേശി തളിക്കുളങ്ങര മാധവനും മക്കളുമാണ് കഴിഞ്ഞ 16 വർഷമായി പാറമേക്കാവിനു വേണ്ടി കൊടിക്കൂറ നിർമ്മിച്ചു വരുന്നത്. എന്നാൽ മാധവൻ മരിച്ചതോടെ മക്കളായ സുരേഷ് കുമാറും രാജേഷ് കുമാറും ജിതേഷ് കുമാറും ഈ വർഷം മുതൽ കൊടിക്കൂറ നിർമ്മാണം ഒരു നിയോഗം പോലെ ഏറ്റെടുക്കുകയായിരുന്നു. 1.5 പതിറ്റാണ്ടോളം പിതാവ് പിന്തുടർന്ന അതേ ശൈലിയിൽ തന്നെയാണ് ഇത്തവണയും ഇവർ കൊടിക്കൂറ നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകതരം തുണി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബഹുവർണ്ണ കൊടിക്ക് 84 ഇഞ്ച് നീളവും 12.5 ഇഞ്ച് വീതിയുമുണ്ട്. കൊടിക്കൂറയുടെ ഒരു വശത്ത് സിംഹരൂപവും മറുവശത്ത് ചന്ദ്രക്കലയുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. പാറമേക്കാവിന് പുറമെ മറ്റ് പല ക്ഷേത്രങ്ങളിലേക്കും ഇവർ കൊടിക്കൂറ നിർമ്മിച്ചു നൽകാറുണ്ട്. കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങിയ നൃത്തകലാരൂപങ്ങൾക്കുള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണവും ഇവരുടെ പണിപ്പുരയിൽ നടന്നുവരുന്നുണ്ട്. അച്ഛന്റെ പാത തന്നെയാണ് തങ്ങളും പിന്തുടരുന്നതെന്ന് മാധവന്റെ മക്കൾ പറയുന്നു. ചെയ്തുകൊണ്ടിരുന്ന പണി ഞങ്ങളും മക്കളായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു. ജൂൺ 19 മരിച്ചത് പെട്ടെന്ന് തുടങ്ങി. പിന്നെ അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള പണികളാണ് ഞങ്ങളത് വിടാൻ നിന്നില്ല. ഞങ്ങളും അനിയന്മാരും കൂടി മകളും കൂടി ചെയ്യുന്നത്. അച്ഛന് വളരെ നിഷ്കർഷയുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ കൃത്യത ഉണ്ടാവണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി അത് തുടർന്ന് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തിരുവമ്പാടി ദേശം ഒരു കാലത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊടിക്കൂറ കടം വാങ്ങിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 ദശാബ്ദക്കാലമായി തിരുവമ്പാടി സ്വന്തമായി കൊടിക്കൂറ നിർമ്മിച്ചു വരികയാണ്. തുടക്കം മുതലേ കുട്ടംകുളങ്ങര ഹേമ ക്വാർട്ടേഴ്സിൽ സുന്ദരേശനാണ് കൊടിക്കൂറകൾ ഒരുക്കുന്നത്. 87കാരനായ സുന്ദരേശന് കരുത്തേകുന്നത് മക്കളായ സുജിത്തും ഗോപകുമാറും ഗോപകുമാറിന്റെ ഭാര്യ സരളയുമാണ്. 72 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള ഒരു ബഹുവർണ്ണ കൊടിക്കൂറ മാത്രമാണ് ഇവർ തയ്യാറാക്കുന്നത്. തുടക്കം മുതലേ തിരുവമ്പാടിക്ക് വേണ്ടി കൊടിക്കൂറ തയ്യാറാക്കി വരുന്നുണ്ടെന്നും അത് തുടർന്നു പോകാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും സുന്ദരേശൻ പറയുന്നു. തിരുവമ്പാടി കൊടിമരം കയറിയ കാലം തൊട്ട് എൻ്റെ കൈ കൊണ്ട് കൊടി കൊടുക്കുന്നത്. അത് തുടർന്ന് മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അതേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി തിരുവമ്പാടിക്ക് വേണ്ടി തോരണക്കൊടികൾ തയ്യാറാക്കുന്നത് തൃശൂർ സ്വദേശി സേതുമാധവനാണ്. 66കാരനായ സേതുമാധവൻ ഇത്തവണയും 150ഓളം തോരണക്കൊടികൾ തയ്യാറാക്കി കഴിഞ്ഞു. തോരണക്കൊടിക്ക് പുറമെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവന്റെ പാവാട, ഉറിയാട, തിരുട എന്നിവയും തയ്യാറാക്കുന്നതും സേതുമാധവനാണ്. പിന്നെ തിരുവമ്പാടി എല്ലാ ആവശ്യത്തിനുള്ള പാവാടകൾ ഇതിനെല്ലാം ഞാൻ തന്നെ തുന്നാറ്. ഈ ജോലി എനിക്ക് നല്ല മനസ്സിൻ്റെ ഉഷാറും ഉന്മേഷവും ഉണ്ടാവാറുണ്ട്. പാറമേക്കാവ് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലെ അരയാലിലും നടുവിലാലിലും നാക്കിനാലിലും തിങ്കളാഴ്ച പൂരക്കൊടികൾ ഉയരും. തിരുവമ്പാടിയിൽ തന്ത്രി പൂജിച്ചു നൽകി കൊടിയുയർത്തുന്നത് നാട്ടുകാരാണ്. പൂരത്തിലെ പ്രധാന പങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും തിങ്കളാഴ്ച തന്നെ കൊടിയേറ്റം നടക്കും. കൊടിയേറ്റം കഴിയുന്നതോടെ ക്ഷേത്രങ്ങളിൽ പറയെടുപ്പ് ആരംഭിക്കുകയായി. പൂരക്കാഹളവും മുഴക്കി കൊടിക്കൂറകൾ ഉയരുമ്പോൾ പൂരപ്രേമികൾക്കൊപ്പം കൊടികൾ തയ്യാറാക്കിയവരുടെ മനസ്സുകളിലും ആഹ്ലാദാരവങ്ങളുടെ വർണ്ണക്കൊടികൾ ഉയരും.